എൻ്റെ ഗുരുജി, ഈ അനിശ്ചിതത്വത്തിന് ഒരറുതിയില്ലേ? പൂജയോ എന്തെങ്കിലും പ്രതിവിധികളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാം അയ്യപ്പ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റ് ഒരു പെണ്ണിന് വിട്ടുതരാനുള്ള മനസ്സ് നമ്മുടെ പാർട്ടിക്ക് ഉണ്ടാവുമോ? അങ്ങനെ ഉറപ്പുള്ള ഏത് സീറ്റാ കുട്ടി നമുക്കുള്ളത്? പത്രക്കാരോടും ചാനലുകാരോടും പലതും പറയാം, പക്ഷേ യാഥാർത്ഥ്യം എന്നുള്ള ഒന്നുണ്ടല്ലോ. അത് ഗുരുജി എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതല്ലേ? 50% ഉറപ്പുള്ള ഒരു സീറ്റ് നമുക്കില്ലാതിരിക്കുമോ? കുട്ടി, നിയമസഭയിലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉറപ്പ് തന്നേനെ. പക്ഷേ ഇത് ലോകസഭയല്ലേ, കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കാൻ പഠിക്കൂ. അതല്ല, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതെന്താ ഗുരുജി? പാർട്ടി മാറുക. ഗുരുജി, ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. അങ്ങനെ ഒരു സീറ്റിന് വേണ്ടി സ്വന്തം പാർട്ടിയെ തള്ളി പറയുന്ന ആളായിട്ടാണോ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് അപരാധമായെങ്കിൽ കുട്ടി പൊറുക്കുക. കുട്ടിയുടെ അടങ്ങാത്ത തീവ്രമായിട്ടുള്ള ആഗ്രഹം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, അതെൻ്റെ അചഞ്ചലമായ പാർട്ടി സ്നേഹമാണെന്നൊന്നും ചിന്തിക്കണ്ട. ഇവിടുന്ന് ചാടിച്ചെന്നാൽ സീറ്റ് എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? അത് ശരിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പാർട്ടിക്ക് കേരളത്തിലൊരു നല്ല കാലം വരും വരെ കാത്തിരിക്കുക. അതുവരെ ഇങ്ങനെ ചാനൽ ചർച്ചകളും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. അതേ നിവർത്തിയുള്ളൂ. അത് എത്ര കാലം എടുക്കും? അതൊക്കെ നിശ്ചയിക്കണത് ഈശ്വരനല്ലേ കുട്ടി. ഈശ്വരൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടും നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ആയില്ലല്ലോ. CMA ഒന്നും വിചാരിക്കരുത്. സംരക്ഷണം സംരക്ഷണം കേരള സംരക്ഷണം കേരള സംരക്ഷണ യാത്ര മനോഹര യാത്ര. അല്ല, ആശാനെന്താണ് പാരടി പാട്ടൊക്കെ പാടിയിട്ട്? പാട്ടൊക്കെ പാടുന്നത് കൊള്ളാം, പക്ഷേ ഷഡ്ജമിടാൻ മറന്നു പോകരുത്. ഓ CMA, ഞാൻ നമ്മുടെ യാത്രയെക്കുറിച്ചൊന്ന് ഓർത്തു പോയതാ. ഒരു സഹാവ് തെക്കുന്നും ഒരു സഹാവ് വടക്കുന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ യാത്രകൾ നമ്മളെ കൂട്ടിമുട്ടി ഭൂകമ്പം വല്ലതും ഉണ്ടാവുമോ? അല്ല, അതിന്റെ പ്രകമ്പനം കാരണം കേരളം നിന്ന് കുലുങ്ങി മറിക്കുമോ? ഈ വക്കറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമോ അതോ കൊടികൾ തമ്മിൽ കൂട്ടിമുട്ടുമോ എന്നാണ് എൻ്റെ സംശയം. ഈ ഇലക്ഷൻ എടുക്കുമ്പോഴേ എല്ലാ പാർട്ടിക്കാരും ഈ ജാഥ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ, എന്താ അതിന്റെ ഒരു ശാസ്ത്രം? അതിനകത്ത് പ്രത്യേകിച്ച് ശാസ്ത്രമൊന്നുമില്ല. ഈ പാർട്ടിക്കാരൊക്കെ ജീവനോടെ ഉണ്ട് എന്ന് ജനങ്ങളെയും അതുപോലെ തന്നെ അടികളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ യാത്ര കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെന്നൊരു വർഗം ജീവനോടെ ഉണ്ടെന്ന് പാർട്ടിക്കാർക്ക് ഓർക്കാൻ പറ്റുമല്ലോ. അത് ശരിയാ. ഇലക്ഷൻ എടുക്കുമ്പോഴാണല്ലോ ഈ വർഗത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മൾക്ക് ജനങ്ങളെ പറ്റിയും ജനങ്ങൾക്ക് നമ്മളെ പറ്റിയും ഓർക്കാനായിട്ട് 5 വർഷം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരവസരം വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്ല, ഇതനങ്ങൊന്നുണ്ടെന്നല്ലാതെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. മീറ്റർ ഒന്ന് മാറ്റി വയ്ക്കണം, ഇല്ലെങ്കിൽ പിന്നെ കരണ്ട് കള്ളനെന്ന പേര് വരും. കള്ളനെന്ന പേര് വരാൻ മറ്റൊന്നും ചെയ്യണമെന്നില്ലല്ലോ. പണ്ട് ബൊഫേഴ്സ് കേസ് വന്നപ്പോ രാജീവ് ഗാന്ധിയെ ഞാൻ കള്ളനെന്ന് വിളിച്ചില്ലേ? ഇപ്പതാ റാഫേലും. എന്താ VS, മീറ്ററിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, ഇതിനകത്തും കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള പരിപാടിയാണോ? അച്ചുമാമനൊരു കാര്യം അറിഞ്ഞു. നമ്മുടെ KSEBയിൽ ഏകദേശം 5,44,000 മീറ്ററുകൾ കേടായി കിടക്കുകയാണ്. ഓ, അതിൻ്റെ മന്ത്രിയും ഒരു കേടാ. കുഴപ്പമില്ല, ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം ഞങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇലക്ഷൻ പ്രമാണിച്ച് ഭരണത്തിൻ്റെ 1000 ദിനങ്ങൾ ഞങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാ. അല്ല, ഈ 1000 ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിൽ ഹർത്താൽ ദിനങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ടോ? ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന നിലയിൽ നാമജപം വേണമെങ്കിൽ ശുപാർശ ചെയ്യാം.
എന്താ സന്തോഷമായോ? സന്തോഷമായി. ലിസൺ, Ah. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ആർഗ്യുമെന്റ്സ്. Yeah. ഇറ്റ് ഈസ് റിയലി വേസ്റ്റ്. ഓ, മാത്രവുമല്ല തർക്കശാസ്ത്രത്തിൽ ഞാൻ അഗ്രഗണ്യനാണെന്നുള്ള കാര്യം അറിയാമല്ലോ. Yeah. മാത്രവുമല്ല ജ്യോതിശാസ്ത്രം, ഹോരശാസ്ത്രം, സംസ്കൃതം, ഇതിൽ മൂന്നിലും ഞാൻ വളരെയധികം വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരു ഭാഷാ പണ്ഡിതനാണ്. അത് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തർക്കശാസ്ത്രത്തിൽ എന്നെ ജയിക്കാൻ എനിക്ക് തന്നെ ആവില്ല. ഭയങ്കര അഗ്രഗണ്യനാ. പക്ഷേ മന്ത്രിപ്പണിയില്ല ഇത്തിരി വന്നതാ. അത് പിന്നെ ഞാൻ സഹമന്ത്രിയാണെങ്കിലും മറ്റെല്ലാ വകുപ്പുകളുടെയും സൂപ്പർവിഷൻ നിർവഹിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടുണ്ടായ പാളിച്ചയാണ്. അതെ, സംസ്ഥാന സർക്കാരിന്റെ നിക്ഷേപ സമാഹരണത്തിൽ താങ്കൾക്ക് ക്ഷണം കിട്ടിയില്ലേ? യെസ്, അസൻ 2019. ഓ, അതിൽ നമ്മുടെ കേരള ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വെച്ച് മുതലാളിമാര് പറഞ്ഞത് എന്താന്ന് അറിയാമോ അച്ചുമാമന്? അല്ല, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് ദസ് ക്യാപിറ്റൽ ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, എന്താ സംഗതി? അവര് പറയുന്നത് നിയമം മൂലം ഹർത്താൽ നിരോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു നിയമ ഭേദഗതി വരുത്തുകയാണെങ്കിൽ ഇവിടെ വ്യവസായം തുടങ്ങാൻ അവർ തയ്യാറാണെന്നാണ് പറയുന്നത്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭരണകാലത്ത് ഇവിടെ ആരും വ്യവസായം തുടങ്ങില്ല. അങ്ങനെയുള്ള മുതലാളിമാരൊക്കെ ഇപ്പോ ഞങ്ങളുടെ പാർട്ടിയിലല്ലേ? This is grass. Trinam. Kaisa hai? മാഡം, ഇതെന്ത് പെയിന്റിംഗ് ആണ്? ഇതിന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഓയിൽ നൈഫ് പെയിന്റിംഗ് എന്നാണ്. മോഡേൺ ആർട്ടാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? സോറി, അത് ബുദ്ധിയില്ലാഞ്ഞിട്ടാ. പിന്നെ വേറെ ഏതൊക്കെ തരം പെയിന്റിങ്ങുകളാണുള്ളത്? പിന്നെ സ്ട്രോക്ക് പെയിന്റിങ്ങുകളുണ്ട്, തൃണമൂൽ പെയിന്റിങ്ങുകളുണ്ട്. ഇതിന് ഏത് പെയിന്റാണ് ഉപയോഗിച്ചത്? ഇത് ഓയിലും ആക്രിലിക്കും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്ത ഒരു പെയിന്റ് ആണ്, റിവെഞ്ച് പെയിന്റ്. പക്ഷെ എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാവരുത്, എന്നാലേ നല്ല വില കിട്ടൂ. ഞാൻ ഇത് ലേലത്തിൽ വിൽക്കുമ്പോ റെക്കോർഡ് വിലക്ക് വിറ്റുപോകും. ഇത് ഹിറ്റ്ലർ വരച്ച ചിത്രം പോലെ ആകുമോ? അതെന്ത് പറ്റി? ഒരു പട്ടിച്ചാത്തിനും വന്നില്ല പെയിന്റിങ് വാങ്ങാൻ. അതിന് ഞാൻ ഹിറ്റ്ലർ അല്ലല്ലോ. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, എന്താണ് ഈ ചിത്രത്തിന്റെ അർത്ഥം? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വാങ്ങിക്കാൻ വരുന്ന ശാരദ ചിട്ടിക്കമ്പർക്കർ അതിനൊരു അർത്ഥം കണ്ടുപിടിച്ചോളും. എക്സ്ക്യൂസ് മീ മാം. ആരാ? ഐ ആം ഫ്രം CBI. എന്ത് ധൈര്യം ഉണ്ട് ഇങ്ങോട്ട് വരാൻ? ദിസ് ഈസ് മൈ പ്ലേസ്. അണ്ടർസ്റ്റാൻഡ്? ഇരിക്കവിടെ. മാഡം, യു ആർ അണ്ടർ അറസ്റ്റ്. അവിടെ ഇരിക്കൂ. പ്രണാമം. നമസ്കാരം. താങ്കൾ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞു, ശരിയാണോ? സാറിന് അറിയാലോ, ഞാൻ എവിടെ നിന്നാലും താമരപ്പൂ പോലെ ജയിക്കും. പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുമായിരിക്കും. കാരണം കേരളത്തിൽ പാർട്ടിക്കൊരു ഗ്രിപ്പ് വേണമല്ലോ. തോറ്റാലും ജയിച്ചാലും മന്ത്രിസ്ഥാനം പോവില്ല എന്നൊരു ഗുണം കൂടിയുണ്ട് അല്ലേ? സാറേ, ഞാൻ ഈ മന്ത്രിസ്ഥാനത്തിനൊന്നും വലിയ വില കൽപ്പിച്ചിട്ടുള്ള ആളല്ല. എനിക്കെപ്പോഴും ഊണിലും ഉറക്കത്തിലുമെല്ലാം ജനങ്ങളുടെ സേവനം, അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഉറക്കത്തിൽ പോലും ഞാൻ കൂർക്കം വലിക്കുന്നത് പോലും പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വളരെയധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ ലോകസഭ പിരിഞ്ഞൊന്നും നമ്മളെ രണ്ടുപേരെയും ഏതായാലും ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ രാജ്യസഭയിലുള്ളതിനാൽ വല്ല കിഴവന്മാരോടും കോടിപതികളോടും ഒക്കെ സ്വര പറഞ്ഞ് ക്യാൻറ്റീനിൽ നിന്ന് ഓരോ ചായയും കുടിച്ച്. അതെ, ലോക്സഭാംഗങ്ങളെ പോലെ യാതൊരു ടെൻഷനും നമുക്കില്ല. പിന്നെ അവർക്ക് ടെൻഷൻ ഇല്ലായിരിക്കും. എത്ര കോടി മുടക്കിയിട്ടായിരിക്കും അവരൊന്ന് ഡൽഹി വരെ എത്തിയത്. അവിടെ ഉള്ളവരെല്ലാം കോടിപതികളാണ്. ഇതിനിടയിൽ ഈ ദരിദ്രർക്ക് വേണ്ടി ആരെ ശബ്ദിക്കാൻ? തൽക്കാലത്തേക്ക് ദരിദ്രരുടെ ശബ്ദം ടേപ്പ് ചെയ്ത് പാർലമെന്റിൽ കേൾപ്പിക്കുകയെന്ന് ഓർത്തു. അല്ല, നമ്മുടെ ഈ കേരള നിർമ്മാണത്തിന് UAEയുടെ സഹായം ഉണ്ടാകും എന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നടക്കുകയെന്തോ? മുഖ്യനിപ്പോൾ അവിടെയാണല്ലോ അല്ലേ? ഇവിടെ ഈ UAEയുടെ സഹായം ഗവൺമെന്റിന്റെ കഴിവല്ല, യൂസഫ് അലിയുടെ കഴിവാണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്? അത് പിന്നെ സാറേ, ഭരണത്തിൽ ആര് വന്നാലും നമ്മളറിയാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഈ മുതലാളിമാർ വരിക എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ട്രൂത്താണ്. വെറുതെ അല്ല ജയ് ഹിന്ദ് മാറ്റി ജിയോ ഹിന്ദ് ആക്കിയത് അല്ലേ? അല്ല സാർ, ഇപ്പം എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. അല്ല, നിങ്ങളുടെ പ്രിയ നടൻ മോഹൻലാൽ
വാട്സാപ്പ് വീട്ടിട്ടു എന്ന വാർത്ത കേട്ടു എന്ന് പറയുകയായിരുന്നു. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കെണിയാണ് സാറേ. ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം, ട്രോളുകളുടെ ഇങ്ങനെ തിരമാലയല്ലായിരുന്നു. അത് സാറിന് അങ്ങനെ തോന്നാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹെഡ് സാറിൻ്റെ മോനാണല്ലോ. കൊള്ളാം, എൻ്റെ മോനോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ അന്തപ്പൻ സാറേ, ഈ അഭിനയം സാറ് സിനിമയിലാണ് അഭിനയിക്കുന്നതെങ്കിൽ പത്മവിഭൂഷൺ സാറിൻ്റെ വീട്ടിലിരുന്നേനെ. താനിങ്ങോട് വന്നേ. താനെന്താടോ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന പോലെ ഒരു അഴവഴമ്പ ഭവ്യത. ആശാന്റെ ഒരു മന്ത്രിയല്ലേ, അതുകൊണ്ടാ. കുഴപ്പമൊന്നുമില്ല, ഇരിക്കടോ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം ആശാൻ. എടോ, എനിക്കൊരു സംശയം. ഷോക്കടിപ്പിക്കുന്ന ചോദ്യമൊന്നുമല്ല, ഒരു ഉഡായിപ്പ് ചോദ്യം. ഉഡായിപ്പ് ചോദ്യവും? അതെന്തുവാ? കേന്ദ്ര സർക്കാരിന്റെ ഇപ്പൊ ഒരു പദ്ധതി ഉണ്ടല്ലോ, ഉഡായിപ്പ് പദ്ധതി. ആശാനെ, പത്രക്കാര് കേക്കണ്ട. അതല്ലേ ഞാൻ തന്നെ അടുത്ത് വിളിച്ച് ചോദിച്ചത്. എന്താടോ ഈ ഉഡായിപ്പ് പദ്ധതി? ഉഡാൻ പദ്ധതി എന്നാ അതിന്റെ പേര്. എന്തു ആകട്ടെ, എന്താ അതിന്റെ അർത്ഥം? എല്ലാവരെയും പറപ്പിക്കുന്ന പദ്ധതി ആശാനെ. അത് എന്നെയും പറപ്പിക്കോ? അതല്ല ആശാനെ, വിമാനത്തിൽ പറക്കുന്ന പദ്ധതിയാ. അത് കൊള്ളാലോ. ഇതെന്നു മുതലാ തുടങ്ങിയത്? 2017 മുതലുണ്ട്. ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഉഡാൻ പദ്ധതിയിൽ സാധാരണക്കാർക്കും പറക്കാം. 2500 രൂപ മതി. അപ്പൊ നമ്മുടെ ടാക്സി പോലെയാണോ? ആശാനെ, ഇത് നമ്മുടേതല്ല, ഇത് ഇന്റർനാഷണലാ. നമ്മുടേത് വരാനിരിക്കുന്നതേ ഉള്ളൂ. സഹകരണ വകുപ്പ് വഴി ഇത്തരം പറക്കുന്ന ടാക്സി കൊടംപുളി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളൊരു വാക്ക് പറഞ്ഞാലേ അത് വാക്കായിരിക്കും. ഏത്? എൻ്റെ നിരന്തരമായ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാനുള്ള ഒരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്കും ഓരോ വോട്ടല്ലേ ചെയ്യാൻ പറ്റൂ, പിന്നെ നമ്മളെങ്ങനെ ജയിക്കും? ശുഭാജിക്ക് ഒരു കാര്യം അറിയോ? പണ്ടുള്ളവർ ഇവിടെ നിന്ന് ജോലി തേടി ആദ്യം പോയിക്കൊണ്ടിരുന്നത് കൊൽക്കത്തയിലേക്കായിരുന്നു. പിന്നീട് അത് പേർഷ്യയിലേക്കായി. ഈ പേർഷ്യയാണ് പേര് മാറ്റി ഇപ്പോൾ ദുബായ് എന്നൊക്കെ അറിയപ്പെടുന്നത്. പ്രവാസികളുടെ ഒരു വലിയ സപ്പോർട്ടാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും നിദാനമായിട്ടുള്ളത്. അതാണല്ലോ നമ്മുടെ സംസ്ഥാനത്തെ വളർത്തി ഈ നിലയിലെത്തിച്ചത്. അതെ അതെ, സത്യം. ഈ പ്രവാസികളില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടേനെ. കറക്റ്റ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഭൂമിക നമ്മുടെ കേരളമാണ്. ഇവിടെ ഏകദേശം 35 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ രേഖാമൂലം ജോലി ചെയ്യുന്നുണ്ട്. അത്രയുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉണ്ട്. ഇത് ഒരു സംവരണ പ്രക്രിയയിലൂടെ നമുക്ക് അനുകൂലമാക്കി എടുക്കണം. ആ മണ്ടത്തരം എനിക്ക് മനസ്സിലായില്ല സാറേ. രാജേട്ടാ, ഈ സ്ത്രീകൾക്ക് സംവരണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതല്ലേ രീതി? സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല താനംജി. ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് സംവരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഭരണം പിടിച്ചെടുക്കാം. ഓ പിന്നെ നിരാശ വേണ്ട. രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും തുറന്നിരിക്കുകയാണ്. നമ്മൾ ജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിമോൻ പറഞ്ഞത് കേട്ടില്ലേ? കേരളം ഒരു ജീവിത ശൈലിയാണെന്ന്. ഹിന്ദു ഒരു ജീവിതശൈലിയാണെന്നുള്ള സുപ്രീം കോടതിയുടെ പരാമർശം അടിച്ചു മാറ്റിയതാ. അവർ വന്നാൽ മിനിമം വരുമാനം കൊടുക്കുമെന്നാണ് പറയുന്നത്. വരുമാനമോ? അപ്പം നമ്മുടെ മാനം? മാനം കളയല്ലേ എൻ്റെ കലിയുഗ വരദാ. മാനം വിറ്റും വരുമാനമുണ്ടാക്കിയാൽ മാനക്കേടാ വരുമാനം മാറ്റിടും എന്നൊരു ചൊല്ല് നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോ? ഇപ്പൊ പുതിയതാണെങ്കിലും ഭാവിയിൽ അത് പഴഞ്ചൊല്ലായിക്കോളും അല്ലേ?